ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പെൺകുട്ടി ഓവറായിട്ട് പൊസസീവ് ആകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. പല ആളുകളും എന്നോട് പറയാറുണ്ട്, സർ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി കുറച്ച് ഓവർ പൊസസീവാണ്, എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയുന്നില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ വിളിച്ച് എൻ്റെ ഭാര്യ ഭയങ്കര പൊസസീവാണ്, എന്നെ കൂടുതലായിട്ട് പുറത്തേക്ക് വിടാറില്ല, ഇനി പോവുകയാണെങ്കിൽ തന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അത് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആണ് എനിക്ക്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവർ ഓവർ പൊസസീവ് ആവുന്നത്. ഒന്ന്, നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഫീൽ ഉള്ളത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് അങ്ങനെ ഒരു സ്വഭാവമായി മാറിയതായിരിക്കും. എല്ലാവരോടും പൊസസീവ് ആകുന്ന ഒരു സ്വഭാവമായിരിക്കാം. അപ്പോൾ അത് അവിടെ ഒരു നാച്ചുറായിട്ട് മാറിയിട്ടുണ്ടാവും മേ ബി, ചിലപ്പോൾ. എന്താണെങ്കിലും എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അവർക്ക് ആ ഒരു സെക്യൂരിറ്റി ഫീല് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിക്കോട്ടെ, സെക്യൂരിറ്റി ഫീൽ, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടം, നിന്നെ മാത്രമാണ്, വേറൊരാളെയും എനിക്ക് ആ ഒരു കണ്ണിൽ കാണാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഓപ്പണായിട്ട് തന്നെ സംസാരത്തിനിടയിൽ നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് അവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് നിങ്ങളോടൊരു ട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ട്രസ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ഞാൻ സെക്യൂർ ആണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പൊസസീവ്നെസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പരിചയപ്പെടുത്താതിരിക്കുമ്പോഴായിരിക്കും അവർക്ക് കൂടുതലായിട്ടും ഓവർ തിങ്കിങ് ആവുന്നത്. അപ്പോൾ പരിചയപ്പെടുത്താനുള്ള എന്തെങ്കിലും അവസരങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും മീറ്റപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് അവരെയും കൊണ്ടുപോവുക, പരിചയപ്പെടുത്തുക, അതൊക്കെ നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്പേസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളോടും ഇടപഴകുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും, അല്ലേ? ഇപ്പോൾ ഒരു ഭാര്യയോട് എങ്ങനെ സംസാരിക്കുന്നോ, എങ്ങനെ ഇടപഴകുന്നോ, എത്ര അടുത്ത് നിന്ന് സംസാരിക്കുന്നോ, അതുപോലെ ആയിരിക്കില്ല നമ്മൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളോട്, പുറത്തുള്ളൊരു വ്യക്തിയോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, നിന്നോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല അവരോട് സംസാരിക്കുന്നുണ്ടാവുക എന്നുള്ളതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ അവരടുത്തുണ്ടാകുന്ന സമയത്ത് അങ്ങനെ മറ്റുള്ള ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളോട് പെരുമാറുമ്പോൾ നിങ്ങൾ ഒന്ന് കോൺഷ്യസ് ആയിട്ട് തന്നെ പെരുമാറുക. കാരണം കുറച്ച് ഡിസ്റ്റൻസ് ഇടുന്നുണ്ട്, സ്പേസ് ഇട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുക കൂടി ചെയ്യുകയാണെങ്കിൽ ഈ ഓവർ പൊസസീവ്നെസ് അത്രത്തോളം വരത്തില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നുണ പറയാതിരിക്കുക. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ നുണ പറഞ്ഞത് പിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ആ ഒരു ട്രസ്റ്റ് പോവുകയും ഓവർ പൊസസീവായി മാറുകയും ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടതൊക്കെ നിങ്ങൾ നൽകുക എന്നുള്ളതാണ്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരെ പുറത്ത് കൊണ്ടുപോവുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. മെയിനായിട്ട് ക്വാളിറ്റി ടൈം, അവരുടെ കൂടെ ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അവരെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം മാറ്റിവെക്കുക എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു പൊസസീവ്നെസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ചില ആളുകൾക്ക് ഇതൊരു നാച്ചുറായിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻസ് മാക്സിമം ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. താങ്ക് യു. നമസ്തേ.